ആൻറ്റി എനിക്ക് നല്ല തൊണ്ടവേദന ആൻറ്റി ഇച്ചിരി രസം ഉണ്ടാക്കി തരുമോ? ഓക്കെ. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന രസം റെസിപ്പിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 10-15 വെളുത്തുള്ളി വേണം, അത് തോല് കളയാത്തത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില. ഇത്രയാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന രസത്തിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഇൻഗ്രീഡിയൻസുകളെല്ലാം കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാവുന്നതാണ്. പിന്നെ വെളുത്തുള്ളിയുടെ തോല് കളയരുത്, പ്രത്യേകം പറയാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ തക്കാളിയുടെ വലിപ്പത്തിൽ ഒരു ഉണ്ട പുളി എടുക്കുക. എന്നിട്ട് അത് വെള്ളത്തിലിട്ട് വെക്കുക. അപ്പോൾ ഈ വെള്ളത്തിൽ നിന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കേണ്ടതാണ്. ഇത് ഒരു വലിയൊരു തക്കാളിയാണ്. തക്കാളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ചെറിയ തക്കാളി ആണെങ്കിൽ 2 എടുത്തോളൂ. അപ്പോൾ വലിയൊരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാർ എടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഓരോന്നായിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും ജീരകവും കുരുമുളകും അതുപോലെ തന്നെ പച്ചമുളകും എല്ലാം ഒന്ന് ചതച്ചെടുത്താൽ മതി. കൂടെ തന്നെ തക്കാളിയും കൂടെ ഇടണം. വെള്ളമൊന്നും ഒഴിക്കരുത്, തക്കാളിയിൽ നിന്ന് തന്നെ വെള്ളം വരുമല്ലോ. ഇതുപോലെ വേണം നമ്മൾ ഇതൊന്ന് ചതച്ചെടുക്കാനായിട്ട്. കുരുമുളകൊന്നും ഒരുപാട് അങ്ങ് അരഞ്ഞു പോയിട്ടില്ല, ഒന്നും നന്നായിട്ട് അരയരുത്, എല്ലാം ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതിയായിരിക്കും. ഇനി കല്ലുണ്ടെന്നുണ്ടെങ്കിൽ കല്ലിൽ നന്നായിട്ട് ചതച്ചെടുത്താലും മതിയാവും കേട്ടോ. ഇവിടെ കല്ലൊന്നുമില്ലല്ലോ, നമുക്ക് മിക്സിയിലൊന്ന് പൾസ് ചെയ്തെടുത്താലും മതി. ഇനി വെള്ളത്തിലിട്ട് വെച്ചിരിക്കണ പുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം ഇതുപോലെ. എന്നിട്ട് ആ പുളിയുടെ വേസ്റ്റൊക്കെ കളയാം. ഈ പുളി വെള്ളത്തിലോട്ട് തന്നെ നമ്മൾ നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ തക്കാളിയും കുരുമുളകും ജീരകവും ഒക്കെ ഉണ്ടായിരുന്നല്ലോ, ഇതെല്ലാം കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കൈവച്ചൊന്ന് കലക്കി കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഉപ്പാണ്. അപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വെള്ളം എത്ര ആവശ്യമുണ്ടോ അത്രയും വെള്ളം ഇതിനകത്തോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഒരു നല്ല കട്ടിയുള്ളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 1 പിടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് നമ്മൾ ചുവന്ന മുളക് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഇച്ചിരി മിസ്സായിട്ടുണ്ട്. ചുവന്ന മുളകും കടുകും ഒക്കെ നന്നായി പൊട്ടി വന്നതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു കുറച്ചും കൂടെ വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇത് ഞാൻ ഇട്ട് കൊടുക്കുന്നത് രസ പൗഡറാണ് കേട്ടോ. ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന രസ പൗഡറാണ്. ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് ചാനലിൽ, വേണമെങ്കിൽ നോക്കാം. അപ്പോൾ ഇല്ലെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള രസ പൗഡർ ഉണ്ടല്ലോ, അതാണെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. 2 ടേബിൾ സ്പൂണാണ് ഇടേണ്ടത്. 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് മൂടി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് കഴിയുന്ന സമയത്ത് മൂടി തുറന്ന് കഴിയുമ്പോൾ നല്ല മണമായിരിക്കും, നല്ല രസത്തിൻ്റെ മണം. അതുപോലെ തന്നെ നിങ്ങൾ ഉപ്പ് നോക്കുക, ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കുക. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഇഷ്ടമാണെങ്കിൽ മല്ലിയില ചേർക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ രസം നല്ല മണമായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു രസം മാത്രം മതി. എന്തെങ്കിലും ഒരു തോരനും കൂടി ഉണ്ടെങ്കിൽ സുഖമായിട്ട് ചോറ് കഴിക്കാം. ഇനി ഇത് കഴിച്ച് കഴിയുമ്പോഴും ആ കുരുമുളകിൻ്റെയും ജീരകത്തിൻ്റെയും ഒക്കെ തൊണ്ടയ്ക്ക് നല്ല സുഖമായിരിക്കും. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രസം തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ, സീ യു.